മനുഷ്യ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇതിൽ നമുക്കിന്ന് കണ്ണിനെ കുറിച്ച് പഠിക്കാം. കാഴ്ച സാധ്യമാക്കി തരുന്ന നമ്മുടെ ശരീരത്തിലെ അവയവമാണ് അഥവാ ജ്ഞാനേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒന്നാണ് കണ്ണ്. കണ്ണ് സ്ഥിതി ചെയ്യുന്നത് മനുഷ്യൻ്റെ തലയോട്ടിയിലെ നേത്ര കോടാരത്തിലാണ്. കണ്ണിനെ സംരക്ഷിക്കുന്ന കണ്ണിലെ കാവൽക്കാർ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് കൺപോളകൾ. ഇനി നമുക്ക് കണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കാം. കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് സ്ക്ലീറ അഥവാ ദൃഢപടലം എന്നിതറിയപ്പെടുന്നു. ഓർക്കുക, കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് സ്ക്ലീറ. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം എന്നാണ്. കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന. ഓർക്കുക, ഇത് ദൃഷ്ടിപടലം എന്നറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചു, കണ്ണിന് ഏറ്റവും പുറമെയുള്ള പാളിയാണ് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. ഇതേപോലെ കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. നമ്മുടെ കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. കാഴ്ചകളൊക്കെ ചെന്ന് പതിക്കുന്ന സ്ഥലമാണിത്. കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. നമ്മളൊരു വസ്തുവിനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി ചെന്ന് പതിക്കുന്നത് ഈ പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ്. ഇതേപോലെ കണ്ണിലെ മറ്റൊരു സ്ഥലമാണ് അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട്. റെറ്റിനയിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു അഥവാ ബ്ലാക്ക് സ്പോട്ട് എന്നറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ലെൻസിന് മുൻപിൽ മറ പോലെ കാണപ്പെടുന്നൊരു ഭാഗമുണ്ട്. ഇതിൻ്റെ പേരാണ് ഐറിസ്. ഓർമ്മിച്ച് വെക്കുക, കണ്ണിൻ്റെ ലെൻസിന് മുമ്പിലുള്ള മറ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് ഐറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തിനെയാണ് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, ഐറിസിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കൃഷ്ണമണി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കൃഷ്ണമണി കണ്ണിൽ ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ തോതനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. പ്രകാശ തീവ്രത കൂടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി ചുരുങ്ങുന്നു. ഇതേപോലെ മങ്ങിയ വെളിച്ചത്തിൽ കൂടുതൽ പ്രകാശം സ്വീകരിക്കുന്നതിനായി നമ്മുടെ കൃഷ്ണമണി വികസിക്കുകയും ചെയ്യുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്ന് കണ്ണിലെ 2 തരം കോശങ്ങളെക്കുറിച്ചാണ്. കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഓർമ്മിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതേപോലെ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായും കാണുവാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളായ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഓർമ്മിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഈ കോശങ്ങളാണ് വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായും കാണുവാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികളായ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്ര പ്രകാശത്തിൽ വസ്തുക്കളെ കാണുവാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഓർമ്മിക്കുക, നിറങ്ങൾ തിരിച്ചറിയാനും കൂടിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണുവാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഈ പോയിന്റ് എന്തായാലും നിങ്ങൾ പഠിക്കുക, കാരണം കണ്ണുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണിത്. കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലുള്ള സുതാര്യതയുള്ള ഭാഗമാണ് കോർണിയ. ഓർമ്മിച്ച് വെക്കുക, കണ്ണിൻ്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന ഗ്ലാസ് പോലുള്ള
സുതാര്യതയുള്ള ഭാഗമാണ് കോർണിയ. കണ്ണിലെ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ. കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ഭാഗമായി മാറ്റിവെക്കുന്നതും കോർണിയയാണ്. കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. ഓർമ്മിക്കുക, കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. ലെൻസിന് പുറകിൽ കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായി കാണപ്പെടുന്നു. വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള പദാർത്ഥം വിട്രിയസ് ദ്രവം അഥവാ സ്ഫടിക ദ്രവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓർമ്മിക്കുക, വിട്രിയസ് അറയിലെ അർദ്ധഖരാവസ്ഥയിലുള്ള പദാർത്ഥം വിട്രിയസ് ദ്രവം അല്ലെങ്കിൽ സ്ഫടിക ദ്രവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. നമ്മൾ നേരത്തെ പറഞ്ഞത് വിട്രിയസ് അറയാണ്. ഇത് ലെൻസിന് പുറകിലായി കാണപ്പെടുന്നു. അതായത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. ഇതേപോലെ ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകമാണ് അക്വസ് ദ്രാവകം. ഓർമ്മിക്കുക, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകമാണ് അക്വസ് ദ്രവം. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓർമ്മിക്കുക, നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സീലിയറി പേശികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൺഭിത്തിയിലെ മധ്യഭാഗമാണ് രക്തപടലം അഥവാ കൊറോയിഡ്. കൺഭിത്തിയുടെ മധ്യഭാഗമാണ് രക്തപടലം അഥവാ കൊറോയിഡ്. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കൂട്ടുകാരെ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. കാരണം ബയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിറം നൽകുന്ന വസ്തുക്കളെക്കുറിച്ച് സാധാരണയായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യം ഇതാണ്: രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രാധാന്യം ചെയ്യുന്ന കണ്ണിലെ പാളിയും രക്തപടലമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണിന് കാഴ്ച സാധ്യമാക്കുന്ന കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഈ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. ഓർമ്മിക്കുക, റോഡ് കോശങ്ങളിലെ നമ്മൾക്ക് റോഡ് കോശം റെഡോപ്സിൻ അത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഓർക്കുക, റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. ഓർക്കുക, വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനിൻ. ഓർത്തുവെക്കുക, ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റെഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനിൻ. നമ്മൾ നേരത്തെ പഠിച്ചു, തീവ്ര പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതും അതേപോലെ വർണ്ണങ്ങൾ തിരിച്ചറിയുവാൻ കണ്ണിനെ സഹായിക്കുന്നതുമായ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. ഇത്തരത്തിലുള്ള കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. ഓർമ്മിക്കുക, കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവും അയഡോപ്സിനാണ്. അപ്പോൾ റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ. അതേപോലെ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തുവാണ് അയഡോപ്സിൻ. അയഡോപ്സിൻ അറിയപ്പെടുന്ന പേര് വിഷ്വൽ വയലറ്റ് എന്നും റോഡോപ്സിൻ അറിയപ്പെടുന്ന പേര് വിഷ്വൽ പർപ്പിൾ എന്നുമാണ്. മാറിപ്പോകാതെ പഠിച്ചു വെക്കുക. രാത്രികാലങ്ങളിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് നായ, പൂച്ച തുടങ്ങിയവയുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന തിളക്കം. ഇവയുടെ കണ്ണുകൾ ഇത്തരത്തിൽ തിളങ്ങുവാൻ കാരണം അവയുടെ കണ്ണുകളിൽ ടപ്റ്റിം എന്ന പ്രതിഫലന ശേഷിയുള്ള ഒരു പാളി ഉള്ളതിനാലാണ്. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. ഓർമ്മിക്കുക,
രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. മനുഷ്യക്കുഞ്ഞുങ്ങൾ ജനിച്ച് ആദ്യമായി കണ്ണുനീരുണ്ടാകുന്നത് 3 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ഓർമ്മിക്കുക, 3 ആഴ്ച പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീരുണ്ടാകുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി അഥവാ ലാക്രിമൽ ഗ്ലാൻഡ്. ഓർമ്മിച്ചു വെക്കുക, കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻഡ്. കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക്. നമ്മുടെ കണ്ണുനീര് തിളങ്ങിയിട്ടാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഇത്തരത്തിൽ കണ്ണുനീരിൻ്റെ ആ തിളക്കത്തിന് കാരണവും സിങ്ക് തന്നെയാണ്. ഓർമ്മിക്കുക, കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക്. കണ്ണുനീരിൻ്റെ തിളക്കത്തിന് കാരണവും സിങ്ക് തന്നെയാണ്. നമ്മുടെ കണ്ണിലെ ലെൻസുകളാണ് ബൈകോൺവെക്സ് ലെൻസ്. ഓർമ്മിക്കുക, കണ്ണിലെ ലെൻസുകൾ ബൈകോൺവെക്സ് ലെൻസുകളാണ്. ഒരു വസ്തുവിൻ്റെ വ്യക്തമായ കാഴ്ച ലഭിക്കുന്നതിനായി കണ്ണും വസ്തുവും തമ്മിലുണ്ടായിരിക്കേണ്ട ശരിയായ അകലം എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. ഓർമ്മിക്കുക, വ്യക്തമായ കാഴ്ച ശക്തിക്കുള്ള ശരിയായ അകലമാണ് 25 സെൻറ്റിമീറ്റർ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥ, ഈ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്നറിയപ്പെടുന്നത്. ഓർക്കുക, മയോപ്പിയ എന്നാൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. മയോപ്പിയ ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. ഓർമ്മിക്കുക, മയോപ്പിയ എന്ന് പറയുന്ന അസുഖം അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഈ അസുഖമുള്ള ആൾക്കാരിൽ പ്രതിബിംബം, കണ്ണിലേക്ക് എത്തുന്ന ദൃശ്യത്തിൻ്റെ പ്രതിബിംബം രൂപം കൊള്ളുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. ഇത്തരത്തിൽ മയോപ്പിയ ഉണ്ടാകുന്നതിനുള്ള കാരണമാണ് നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നത്. ഓർമ്മിക്കുക, നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് മയോപ്പിയ എന്ന അസുഖത്തിന് കാരണമാകുന്നത്. ഈ അസുഖത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അസുഖമാണ് ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ദീർഘദൃഷ്ടി എന്ന് പറയും. അതായത് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹൈപ്പർ മെട്രോപ്പിയ അസുഖം ബാധിച്ച ആൾക്കാരിൽ കാണുന്ന ദൃശ്യം ചെന്ന് പതിക്കുന്നത് റെറ്റിനയ്ക്ക് പിന്നിലാണ്. നമ്മൾ പഠിച്ചു, ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അസുഖമുള്ളവരിൽ ദൃശ്യം വന്ന് പതിക്കുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലും, ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ അസുഖമുള്ളവരിൽ ദൃശ്യം വന്ന് പതിക്കുന്നത് റെറ്റിനയ്ക്ക് പിന്നിലുമാണ്. ഇതേപോലെ ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ ഉണ്ടാവാനുള്ള കാരണം നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതിനാലാണ്. എന്നാൽ ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർ മെട്രോപ്പിയ എന്ന അസുഖമുണ്ടാവാൻ കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ്. അധിക പേർക്കും ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വസ്തുതകളൊക്കെ പഠിച്ച് കുറേ കാലം കഴിഞ്ഞിട്ടാണ് എക്സാമിന് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാകാം. അതിൽപ്പെട്ട ഒരു സംശയമാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആ അസുഖം, അത് മനസ്സിലാവാതെ വരിക. ദൂരത്തുള്ള വസ്തുക്കളെ കാണാത്തതാണോ, അല്ല അടുത്തുള്ള വസ്തുക്കളെ കാണാത്തതാണോ ഹ്രസ്വദൃഷ്ടി? അതേപോലെ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അടുത്തുള്ള വസ്തുക്കളെ കാണാത്തതാണോ, അല്ല ദൂരത്തുള്ള വസ്തുക്കളെ കാണാത്തതാണോ എന്നൊരു സംശയം വരാം. അഥവാ പരീക്ഷാ ഹാളിൽ ഇങ്ങനൊരു സംശയം വരികയാണെങ്കിൽ ആ സംശയത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു കാര്യം ഓർമ്മിച്ച് വെക്കുക. അതായത് ഏതുതരം ദൃഷ്ടി എന്നാണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കണ്ണിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവ കാണാതിരിക്കുന്നതും അകലെയുള്ളവ കാണുന്നതുമാണ്. എന്നാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ
അടുത്തുള്ളവ കാണുകയും അകലെയുള്ളവ കാണാതിരിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. എന്താണോ ആ കണ്ണിന് കഴിയുന്നത് ആ കാര്യമാണ് ദൃഷ്ടി എന്ന പേരിൽ പറയുന്നത്. അതായത് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളവ കാണുകയും അടുത്തുള്ളവ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളവ കാണുകയും അകലെയുള്ളവ കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്മളീ പഠിച്ച രണ്ട് കാര്യങ്ങളിലും പെടാത്ത മൂന്നാമത്തൊരു ദൃഷ്ടിയുണ്ട്. അതാണ് വിഷമദൃഷ്ടി. അതായത് നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി എന്ന് പറഞ്ഞാൽ നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണിത്. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട 3 രോഗങ്ങൾ പഠിച്ചു. അതിലൊന്ന് ദീർഘദൃഷ്ടി, പിന്നൊന്ന് ഹ്രസ്വദൃഷ്ടി, മറ്റൊന്ന് വിഷമദൃഷ്ടി. ഇതിൻ്റെ ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം എന്നിങ്ങനെയാണ്. ഇത്തരത്തിലുണ്ടാകുന്ന കണ്ണിൻ്റെ വിഷമതകൾ മറികടക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അസുഖം ബാധിച്ച ഒരാളിൻ്റെ കണ്ണിൻ്റെ വിഷമത മാറ്റുവാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ്. ഓർമ്മിക്കുക, ഹ്രസ്വദൃഷ്ടി ഉള്ള ഒരാളിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കുള്ള പരിഹാരത്തിന് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് അഥവാ അവതല ലെൻസ്. ഇനി ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ ബാധിച്ച ഒരാളിൻ്റെ കാഴ്ച ശരിയാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. ഓർമ്മിക്കുക, ദീർഘദൃഷ്ടിയുള്ള ഒരാളിൻ്റെ കാഴ്ച പരിഹാരത്തിന് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അഥവാ ഉത്തല ലെൻസ്. ഇതേപോലെ വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം സംഭവിച്ച ഒരാളിൻ്റെ കാഴ്ച ശരിയാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. ഓർമ്മിക്കുക, വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം സംഭവിച്ച ഒരാളിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ശരിയാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ പേരാണ് സിലിണ്ടറിക്കൽ ലെൻസ്. ഇത്തരത്തിൽ ഒരാൾക്ക് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. കൂട്ടുകാരെ ഓർമ്മിക്കുക, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ പേരാണ് ബൈഫോക്കൽ ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓർമ്മിക്കുക, ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവിടെ മുമ്പേ പഠിച്ച കാര്യം ഒന്നുകൂടി ഓർമ്മിക്കുക. നമ്മുടെ കണ്ണിലെ ലെൻസുകളാണ് ബൈകോൺവെക്സ് ലെൻസുകൾ. ഇനി നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന മറ്റു ചില രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഓർമ്മിക്കുക, കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ കണ്ണിന് സിറോഫ്താൽമിയ രോഗമുണ്ടാകാൻ കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. ഓർമ്മിക്കുക, കണ്ണിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കേണ്ട ജീവകമാണ് ജീവകം എ. കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാതിരിക്കുന്ന അവസ്ഥയാണ് കോങ്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാതിരിക്കുന്ന അവസ്ഥയാണ് കോങ്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണിന് സാധാരണയായി ഉണ്ടാകാറുള്ള ഒരു അസുഖമാണ് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധ. ഇത് ചെങ്കണ്ണ് എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ കൺജക്റ്റിവൈറ്റിസ് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ഓർക്കുക, കണ്ണിൻ്റെ നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ്
ചെങ്കണ്ണ് അഥവാ കൺജക്റ്റീവൈറ്റിസ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. കണ്ണിനുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് വർണ്ണാന്ധത അഥവാ ഡാൽട്ടനിസം. ഓർക്കുക, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയെയാണ് വർണ്ണാന്ധത അഥവാ ഡാൽട്ടനിസം എന്ന് വിളിക്കുന്നത്. ആദ്യമായി വർണ്ണാന്ധതയെക്കുറിച്ച് വിശദീകരിച്ചത് റോബർട്ട് ബോയിലാണ്. എന്നാൽ വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിനെ അഥവാ വർണ്ണാന്ധതയെ ഡാൾട്ടനിസം എന്ന പേരിലും അറിയപ്പെടുന്നു. പാരമ്പര്യമായിട്ടാണ് വർണ്ണാന്ധത എന്ന രോഗം ലഭിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കും ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്തരത്തിൽ വർണ്ണാന്ധത അഥവാ ഡാൽട്ടനിസം സംഭവിച്ച ഒരു വ്യക്തിയിൽ തിരിച്ചറിയാനാകാത്ത നിറങ്ങളാണ് ചുവപ്പ്, പച്ച എന്നിവ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചുവപ്പും പച്ചയും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നല്ല, ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത്തരത്തിൽ വർണ്ണാന്ധത കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഇഷിഹാര ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ചുവപ്പും പച്ച നിറങ്ങൾ കൂടിക്കലർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് അതിൽ ഒരുക്കിയിരിക്കുന്ന നമ്പറുകൾ അല്ലെങ്കിൽ ഒരു അക്ഷരങ്ങൾ എന്തായാലും അവർക്ക് പെട്ടെന്ന് പച്ചയും ചുവപ്പും നിറങ്ങൾ കൂടിക്കലർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ ഇഷിഹാര ടെസ്റ്റ് ചാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുവാൻ സാധിക്കും. സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിലടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്കങ്ങൾ നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർണ്ണാന്ധത ഇല്ല എന്നുറപ്പിക്കാം. ഇതേപോലെ കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് നിശാന്തത. അതായത് മങ്ങിയ വെളിച്ചത്തിൽ കണ്ണു കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയ്ക്കും കാരണം ജീവകം എയുടെ കുറവാണ്. ഓർക്കുക, സിറോഫ്താൽമിയ എന്ന അസുഖത്തിനും നിശാന്തതയ്ക്കും കാരണമാകുന്നത് ജീവകം എ ലഭിക്കാതിരിക്കുന്നതിനാലാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. ഓർമ്മിക്കുക, പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത്. ഇതേപോലെ പ്രായം കൂടുമ്പോൾ കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്ന അസുഖമാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്ന അസുഖം. ലോകത്തിൽ ആദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. ഓർമ്മിക്കുക, ലോകത്തിലാദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് ട്രക്കോമ. ഓർമ്മിക്കുക, ട്രക്കോമ രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമാണ് കണ്ണ്. കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ് അഥവാ പ്രെപ്റ്റോസിസ്. ഓർക്കുക, കണ്ണ് പുറത്തേക്ക് തുറിച്ചു വരുന്ന അവസ്ഥയാണ് എക്സോഫ്താൽമോസ് അല്ലെങ്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രെപ്റ്റോസിസ്. PSC സാധാരണയായി ചോദിക്കാറുള്ള 2 ചോദ്യങ്ങളാണ്: കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം ഏതാണ്? ഉത്തരം കോർണിയ അല്ലെങ്കിൽ നേത്രപടലം. ഇതേപോലെ PSC ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്: കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിൻ്റെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? ഇത് കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്. കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് കെരാറ്റോപ്ലാസ്റ്റി. ലോകത്തിലെ ആദ്യത്തെ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ എഡ്വേർഡ് കൊർണാഡ് സിം. 1905 ഡിസംബർ 7 ഓസ്ട്രേലിയയിൽ വെച്ചാണ് ലോകത്തിലെ ആദ്യത്തെ കണ്ണുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്ലെനൻസ് ചാർട്ട്. ഓർമ്മിക്കുക, കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്ലെനൻസ് ചാർട്ട്. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ്. ഓർമ്മിക്കുക, കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്
ഓഫ്താൽമോളജി. ഓർമ്മിക്കുക, കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി. കണ്ണിൻ്റെ ഉൾവശം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഫ്താൽമോസ്കോപ്പ്. അതേപോലെ കണ്ണിനെ ചികിത്സിക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് ഓഫ്താൽമോളജിസ്റ്റ്. മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളിയാണ് ധുവപാളി. ഇത് കണ്ടുപിടിച്ചത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഹർമിന്ദർ സിംഗ് ധുവ. അതുകൊണ്ടാണ് ഇതിന് ധുവപാളി അഥവാ ഡുവാസ് ലെയർ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. കണ്ണുമായി പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. മലയാളത്തിൽ പറഞ്ഞതിൻ്റെ ഉച്ചാരണം അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. ഇനി എന്തായാലും അതിൻ്റെ മുകളിൽ എന്നെ കളിയാക്കാൻ വരല്ലേ, എൻ്റെ ഉച്ചാരണം ഇത്തിരി പിറകിലാണ്. പവർ ഓഫ് അക്കോമഡേഷൻ എന്നാൽ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരമനുസരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്നറിയപ്പെടുന്നത്. ഇതേപോലെയുള്ള കണ്ണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എന്ന് വെച്ചാൽ ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ ചെവിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം 1/10 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്നു. ഇത് പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് അല്ലെങ്കിൽ ശ്രവണ സ്ഥിരത എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് രണ്ടും PSC സാധാരണ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യഭാഗങ്ങളാണ്. നിർബന്ധമായും പഠിച്ചു വെക്കുക.